ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ചമ്മന്തി വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 20 ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 15 to 20ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ചുവന്നുള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി സവാള വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടും. മുളക് പൊടിയുടെ ആ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ചേർത്ത തക്കാളി നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ എത്ര മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.